ഇതാണ് കാറിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ഇതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളും പലർക്കുണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടും. ഇതിന് എന്തുകൊണ്ടാണ് കാറിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്? ഇത് കാറിൻ്റെ ഫുട് ബ്രേക്കാണ്. ഇത് കാലുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ ഫുട് ബ്രേക്ക് എന്ന് പറയുന്നു. ഇത് കൈകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് കാണാം. ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ് ആണ് എന്ന്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന്. ഇങ്ങനെ ആക്ടിവേറ്റഡ് എന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, ഹാൻഡ് ബ്രേക്ക് ഡീആക്ടിവേറ്റ് ചെയ്യുക, മറക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ് ആണ്. ഞാൻ ഇതിൽ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴത്തേക്ക് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഇതാ ഇത് ഡീആക്ടിവേറ്റ് ആയി. ഇതിനാണ് ഡീആക്ടിവേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ആക്കുന്ന സമയത്ത് ഈ എൻഡിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടതില്ല. ഈ ഒരു തെറ്റിദ്ധാരണയും പലർക്കും ഉണ്ട്, ഇത് പ്രസ് ചെയ്തിട്ടാണ് ആക്ടിവേറ്റ് ആക്കേണ്ടത് എന്ന്. ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് പ്രസ് ചെയ്യേണ്ടത്. ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ചില സമയങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്ത ഹാൻഡ് ബ്രേക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ ബട്ടൺ പ്രസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ച് പിടിച്ചുകൊണ്ട് ബട്ടൺ പ്രസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്ക് ഇതേപോലെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല, വളരെ കൂളായിട്ട് ഇങ്ങനെ ചെയ്യുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉപയോഗിക്കാതെ കുറേ നാൾ നിർത്തിയിടുന്ന ഒരു വണ്ടിയിൽ ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ആക്കി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ജാമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഹാൻഡ് ബ്രേക്ക് ജാമായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ ഇങ്ങനെ ചെയ്യാം. ഒരുപാട് നാൾ നിർത്തിയിടുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ഹാൻഡ് ബ്രേക്കിൻ്റെ മറ്റൊരു പേരാണ് എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് എമർജൻസി സിറ്റുവേഷനിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ ഫുട് ബ്രേക്ക് ഫെയിലായ സാഹചര്യത്തിൽ എങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യണം? ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ആക്കരുത്. അങ്ങനെ ചെയ്താൽ അപകടം ഉണ്ടാവും. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അപ്പ് ഡൗൺ എന്ന രീതിയിൽ പതിയെ മൂവ് ആക്കുക. ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ ഹാൻഡ് ബ്രേക്ക് ഡയറക്റ്റ് ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ജാം ആവുകയും വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഓർക്കുക, അപകടം വിളിച്ചു വരുത്തരുത്. പാർക്കിംഗ് ബ്രേക്ക്, എമർജൻസി ബ്രേക്ക്, ഇതൊക്കെ ഹാൻഡ് ബ്രേക്കിൻ്റെ മറ്റു പേരുകളാണ് എന്നുകൂടി മനസ്സിലാക്കുക. എന്തായാലും ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.